നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവം സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ KV സുഭാഷ് ചന്ദ്ര സാറിനെ നമുക്കിതിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. സാർ, ഇന്ന് നമുക്ക് ബാധാദോഷം, കൈവശദോഷം, അങ്ങനെ ചില ദോഷങ്ങളെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്. സാർ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ബാധാദോഷങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ പ്രോഗ്രാമിൽ നെഗറ്റീവ് എനർജികൾ എന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, സാധാരണ ഈ ബാധാദോഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചാത്തൻ്റെ ഉപദ്രവമുണ്ട്, അല്ലെങ്കിൽ ജിന്നിൻ്റെ ഉപദ്രവമുണ്ട്, സർപ്പത്തിൻ്റെ ഉപദ്രവമുണ്ട്, കൈവശദോഷമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർ പറയുന്നത് ഇതെല്ലാം ആളുകളെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറ്റിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ പറയുന്നതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് എനർജികൾ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ കേട്ടിട്ട് പറയും നെഗറ്റീവ് എനർജികൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ബാധാദോഷങ്ങളില്ല. അതിന് ചില ചാനലിലൊക്കെ ഇരിക്കുന്ന ആചാര്യന്മാർ പറയുന്നത് ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ്. അവർ പറയുന്നത് ഇതെല്ലാം വെറുതെ നമ്മളുടെ മനസ്സിനെ ഇളക്കി വിട്ടിട്ട് ഓരോ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ നാരായണായ നമ ജപിച്ചാൽ മതി. അത് കലിയുഗമാണ്. കലിയുഗം ആയതുകൊണ്ട് നാരായണായ നമ ജപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമശിവായ ജപിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം, ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു കവചമായിട്ട്, പ്രൊട്ടക്ഷനായിട്ട് ദേവത വന്ന് സഹായിക്കും എന്നാണ് ഇവരുടെയൊക്കെ കണ്ടെത്തൽ. നമുക്കിത് പറയാനുള്ളത്, ഈ ആചാര്യന്മാർ, അതായത് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ മന്നം ചെയ്യുന്നവൻ മനുഷ്യൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ, മനുഷ്യൻ എന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണ ശാസ്ത്രത്തിൽ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ സാമ്പ്രദായിക ശാസ്ത്രമായ ജ്യോതിഷത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തണം. അപ്പോൾ ഇവരുടെ കണ്ടുപിടുത്തമാണ് പുതിയതായിട്ട് ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ്, വെറുതെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് കലിയുഗം ആയതുകൊണ്ട് നാരായണായ നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ അതിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, 12 വർഷം കൂടുമ്പോൾ നിങ്ങൾ കാണാറുണ്ടാവും ക്ഷേത്രങ്ങളിലെല്ലാം ദേവപ്രശ്നം, നവീകരണ കലശം, അഷ്ടബന്ധ കലശം എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ബോർഡും വെച്ച് മറ്റേ അനൗൺസ്മെൻ്റ് എല്ലാം നടത്തി ജനങ്ങളിൽ നിന്ന് പിരിവൊക്കെ നടത്തിയിട്ട് ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടത്തുന്ന ദേവപ്രശ്നം, അതിനും പേര് ദേവപ്രശ്നം തന്നെയാണ്. അതായത് ദേവന് പ്രശ്നം വയ്ക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ദേവന് പ്രശ്നം വയ്ക്കുന്നത്? ദേവനവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? ദേവനവിടെ ഉണ്ടെന്നുള്ള 100% ഉറപ്പാണ്. കാരണം ദേവനുള്ളത് കൊണ്ടാണ് അവിടെ ഭക്തർ വരുന്നത്. ദേവനില്ലെങ്കിൽ ഒരിക്കലും അവിടെ ആരും വരില്ല. അപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും, വരുന്നതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും, അതേപോലെ വരുമാനം കുറഞ്ഞിട്ടുണ്ടാവും. വരുമാനം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നിവേദ്യങ്ങൾ ഇതെല്ലാം വളരെ കുറയും, ആളുകൾ ചെയ്യാൻ മടിക്കും. അതിൻ്റെ കാരണം ഈ ദേവന് ബിംബത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ കമ്മിറ്റിക്കാർക്ക് അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികൾക്ക് മനസ്സിലായി ഈ സംഭവം ദേവന് ബലം കുറഞ്ഞിട്ടുണ്ട്, അതിനൊരു കാരണമുണ്ടാവും. ആ കാരണം അറിയാൻ വേണ്ടിയിട്ടാണ് ദേവപ്രശ്നം വയ്ക്കുന്നത്. അപ്പോൾ തന്നെ ഇരുന്നിട്ടൊന്നും ബലം കുറയില്ല. അപ്പോൾ ഇതേപോലെയുള്ള നെഗറ്റീവ് എനർജികൾ അതിൻ്റെ ശരീരത്തിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു പ്ലാവിലേക്ക് ഇത്തിൽക്കണ്ണികൾ കയറുന്ന പോലെയാണ് ഈ നെഗറ്റീവ് കയറുന്നത്. ഇത്തിൽക്കണ്ണി കയറി അത് വലിച്ചെടുക്കുമ്പോൾ പ്ലാവിൻ്റെ ബലം കുറയും, അപ്പോൾ അതിൻ്റെ വളർച്ച മുരടിക്കും. അതേപോലെയാണ് ശരിക്കും ദേവനിലെ ഈ ചൈതന്യത്തിലേക്ക് ഈ നെഗറ്റീവ്സ് കയറി കഴിയുമ്പോൾ ആ ദേവൻ്റെ ബിംബത്തിന് ചൈതന്യം കുറഞ്ഞു വരും. അപ്പോൾ അനുഗ്രഹിക്കാനുള്ള ശക്തി കുറയും. അപ്പോൾ ഓൾറെഡി ഭക്തന് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഫലം കിട്ടാതെ വരും. അങ്ങനെ ഫലം കിട്ടാതെ വരുമ്പോഴാണ് ഭക്തർ കുറയുന്നത്. അത് കമ്മിറ്റിക്കാർക്കും ഭാരവാഹികൾക്കും അറിയാവുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് 12 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ദേവപ്രശ്നം വെച്ചിട്ട് എന്താണോ വന്നിരിക്കുന്നത് ഇതെല്ലാം മാറ്റും. അപ്പോൾ ദേവന് വേണ്ടിയിട്ട് മനുഷ്യൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമാന്യ ഇതിൽ ചിന്തിക്കുക, ഈ ദേവന് പോലും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ് മാറ്റുന്നത്, അല്ലാതെ ദേവൻ സ്വയമേവ ഇതൊന്നും മാറ്റുന്നില്ല. മാറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ക്ഷേത്രങ്ങളിലൊന്നും ദേവപ്രശ്നം വയ്ക്കുക, നവീകരണ കലശം നടത്തുക, അഷ്ടബന്ധ ശുദ്ധി കലശം, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതുപോലും ചിന്തിക്കാതെയാണ് ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യനാന്ന് പറയും, അതിൽ എല്ലാം തികഞ്ഞിരിക്കുന്ന ആളാന്ന് പറയും, എന്നിട്ട് പറയും തട്ടിപ്പാന്ന് പറയും. അതായത് തട്ടിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല, എല്ലാം തട്ടിപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന ആചാര്യനെ ശരിക്കും ജനത്തിനെ തട്ടിച്ചുകൊണ്ടിരിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ അറിവ് ഇതെല്ലാം തട്ടിപ്പാണ്, നിങ്ങൾ നാരായണനാമം ജപിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഒരു 65 വയസ്സായ ആൾ എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഞാൻ ചോദിക്കും ഇത്രയും കാലമായിട്ട് നിങ്ങളിത് നോക്കാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആൾ പറയും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, ആൾ പറഞ്ഞു കുഴപ്പമില്ല ഇത് ജപിച്ചാൽ മതി, ഞാൻ ജപിച്ചു, പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഞാൻ എത്തില്ല, എൻ്റെ സന്താനങ്ങളെത്തില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇത് എന്തോ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഈ ആചാര്യനെ അയാളെ തട്ടിച്ചില്ലേ, അയാൾ ജീവിതം അങ്ങ് തട്ടിച്ചു കളഞ്ഞു. അപ്പം നമുക്ക് ഈ ബാധാദോഷം ഏറ്റിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ബാധാദോഷം ഏറ്റിട്ടുണ്ടോന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു കഴിവും സാമർത്ഥ്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കഴിവും സാമർത്ഥ്യം അനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വളരാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും, ഒരു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, എങ്ങനെ പോയാലും തടസ്സമായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ബാധാവ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായല്ലോ, അതാണല്ലോ തടസ്സം. അപ്പോൾ ഈ തടസ്സത്തിന് ഗണപതിക്ക് ഹോമം നടത്തുകയും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ വഴിപാട് ഒരുപാട് ദർശനം നടത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും കാര്യങ്ങളിലേക്ക് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് തടസ്സമുണ്ട്. അപ്പോൾ ഈ ബാധ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ശരിക്കും ആ ബാധേനെ മാറ്റിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
ഈ ബാധ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇത്തിൽ കണ്ണി കയറി പിടിക്കുന്ന പോലെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ മുമ്പോട്ട് കുതിക്കുമ്പോൾ നമ്മൾ പിന്നിലേക്ക് വലിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് കുതിക്കുമ്പോൾ ഒരാൾ പിന്നിൽ നിന്ന് നമ്മൾ ഷട്ടിൽ പിടിച്ചിങ്ങ് വലിക്കുമ്പോൾ നമ്മൾ ആയം കുറയും. അതായത് കുതിക്കുമ്പോൾ ഓട്ടത്തിനെല്ലാം ആയം കുറയും. ആ ഒരു ആയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നെഗറ്റീവ്സ് ഒഴിവാക്കാൻ പറയുന്നത്. അപ്പോൾ ചിലരിതിങ്ങനെ വേണ്ട മന്ത്രം ജപിച്ചാൽ മതി എല്ലാം ആവും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മുമ്പ് നമ്മൾ പറഞ്ഞു ദേവന് ഏറ്റവും കൂടുതൽ മന്ത്രങ്ങൾ കിട്ടുന്ന ദേവന് ഇത് വരുന്നുണ്ട്. അതുകൂടാതെ ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും വരുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട് എന്ത് ദോഷം വന്നാലും മാറ്റി തരാമെന്ന് പറയുന്നത് എനിക്കിത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കിത് വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്കിത് വരുന്നുണ്ട്, ഞങ്ങൾ ഓരോ മാസത്തിൽ നോക്കിയിട്ട് വരുന്നത് അപ്പോൾ എടുത്ത് കളയുന്നുണ്ട്. അതിനൊരു പ്രത്യേക സംരക്ഷണം അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ വേറൊരു പാർട്ടിക്ക് വേണ്ടി ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം മാറ്റി തരുമ്പോൾ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നശിപ്പിക്കണമെന്ന് ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവും ഇങ്ങനെ എവിടെയോ പോയി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ ആ മാറ്റിയ ആൾക്കൊരു പണി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പണി വരും. അപ്പോൾ നമ്മളതിന് തയ്യാറാണ്. കാരണം അത് കണക്കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എല്ലാം നമ്മൾ ചെയ്യും, നമുക്കുള്ള എല്ലാ പ്രൊട്ടക്ഷൻ ചെയ്യും. പക്ഷെ ആ പ്രൊട്ടക്ഷൻ ചെയ്തതിന് ആ സമയത്തൊന്നും ഏൽക്കില്ല. പക്ഷെ പിന്നീട് അവർ ചെയ്യുമ്പോഴത്തേക്കും അതാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പറയുന്ന എന്തും സാധിച്ചു തരാം എന്ന് പറയുമ്പോൾ നമുക്കിത് വരാമെന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണക്കാരായിട്ട് പറയാനുണ്ടോ? അപ്പോൾ അത് ശരിക്കും നമ്മൾ പറയുന്നത് കലിയുഗമാണ്. ഇതെല്ലാം നമ്മൾ സംഭവിക്കുന്നുണ്ട്. കലിയുഗമായതുകൊണ്ടുള്ള ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഒരു മാസം നടത്തിയിട്ടിരുന്ന പൂജ ഇന്ന് ഒറ്റ ദിവസം നടത്തിയാൽ മതി. അപ്പോൾ കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഈ ദേവൻ പെട്ടെന്ന് നമുക്ക് പ്രസാദിക്കും. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ ഞാനിരിക്കുമ്പോൾ എപ്പോഴും കഴുത്ത് ഒരുപാട് ചരിഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡും പുറത്ത് നീര്, കയ്യിൽ നീര്. ഈ നീര് വന്നിട്ട് നമുക്ക് ഒരു നിവൃത്തിയില്ല, ഇരിക്കാനും പറ്റില്ല, ഒന്നും നോക്കാനും പറ്റില്ല, രാശി നോക്കാൻ പോലും പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ലാസ്റ്റ് ഒരു പൂജ സമയത്ത് ഈ പാലക്കാട് നിന്നൊരു ടീം പൂജയ്ക്ക് വന്നു. അവർ ഭാര്യയും ഭർത്താവും, ഭാര്യ ടീച്ചറൊക്കെയാണ്. അപ്പോൾ ഈ ഭർത്താവിന് വളരെ, അതായത് പുള്ളിയുടെ 2 കുട്ടികളും ഡിവോഴ്സായി. അപ്പോൾ ഇപ്പോൾ ആൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഓരോ ജ്യോത്സ്യന്മാർ ഓരോന്നൊക്കെ തട്ടിപ്പെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം അങ്ങ്, അത് പുള്ളി പൂജാരിയാണ്, പൂജ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞ് ഇതെല്ലാം അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പ്രോഗ്രാമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ 2 കുട്ടികളും ഡിവോഴ്സായി. ഞാനെങ്ങും എത്തിയില്ല. അതായത് വലിയ ബിസിനസ്സുകാരനായിരുന്നു, എങ്ങും എത്താൻ പറ്റില്ല. അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടെന്ന്. അപ്പോൾ അവർ പൂജയ്ക്ക് ഡേറ്റൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കയ്യോ നടക്കാൻ പറ്റാതിരിക്കാം. നമ്മൾ പറഞ്ഞത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചാണ് വരണം, അതുകൊണ്ട് എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ രാവിലെ കഴിഞ്ഞിട്ട് ആശുപത്രിയിലൊക്കെ പോയി വന്നിട്ട് വൈകിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈകിട്ട് ചെയ്യാനിരുന്നപ്പോഴും വളരെ വേദനയോടുകൂടി സംഭവം എല്ലാം ചെയ്ത് തീർത്തു. അപ്പോൾ അന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, ഭഗവാൻ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കിനി മുന്നോട്ടുള്ളൊരു പോക്ക് എന്ന് പറഞ്ഞ ഒരു രീതിയിലും പറ്റില്ല. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആയുർവേദം പോയി കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു എല്ല് തേയ്മാനമാണ്, കുറച്ച് കഷായം എല്ലാം തന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ അടുത്ത് ഒറ്റമൂലി ചികിത്സയുണ്ട്. ഒരു വയനാടുള്ള ആദിവാസി ഒറ്റമൂലി ചികിത്സക്കാരനുണ്ട്. ഒരുമാതിരിയുള്ള മാറാരോഗങ്ങൾ വന്നാൽ നമ്മളത് ആളെ വിളിച്ചു ചോദിച്ചിട്ട് മരുന്ന് കൊടുക്കും. അപ്പോൾ ഇതൊന്നും പ്രോഗ്രാമിൽ പറയാത്തതെന്ന് വെച്ചാൽ ഈ ആവശ്യമുള്ള വിളികൾ, ആവശ്യമില്ലാത്ത വിളികളും വരും. അപ്പോൾ നമുക്ക് ഈ വിളി ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഈ മരുന്നുകളിലേക്ക് പോകാത്തതിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെ ആളുടെ മരുന്ന് നോക്കി ഇതും കഴിഞ്ഞു. ഇത് ഒരാഴ്ച നോക്കിയിട്ട് ഒരു അനക്കമില്ല. ഉടനെ ഇംഗ്ലീഷിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രശസ്തനായ ഡോക്ടറിന് പുള്ളി എക്സ്റേ ഒക്കെ എടുത്തു, കഴുത്തിൻ്റെ എക്സ്റേ കാണിച്ചു. ആൾ പറഞ്ഞു കണ്ടത് കശേരുക്കളെല്ലാം തേഞ്ഞാക്കാണ്, ഈ തേയ്മാനം വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. കുറച്ച് ദിവസം റെസ്റ്റ് ഇടാം, പിന്നെ നമുക്ക് അതിൻ്റെ കോളറൊക്കെ ഇട്ട് നോക്കേണ്ടി വരും, അങ്ങനെ ആവുള്ളൂ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ അധ്വാനം കുറയ്ക്കേണ്ടി വരും, ഓവർ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ വരണേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ രോഗം ശരിക്കും ഉണ്ടോ? കാരണം എല്ല് തേയാന്ന് പറഞ്ഞത് വേദന കൊണ്ട് നമുക്ക് നിൽക്കാനിരിക്കാനും പറ്റില്ല. അപ്പോൾ എൻ്റെ കണക്കുള്ളനുസരിച്ച് അങ്ങനെ ഒരു രോഗമില്ല. അപ്പോൾ പല ഡോക്ടേഴ്സായിട്ട് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു. അപ്പോൾ എന്നിരുന്നാലും നമ്മളന്ന് ആ പൂജാ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഇനിയിപ്പോൾ നാളെ മുതൽ ഈ പൂജ ആയാലും ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം, ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്, ഏതാശുപത്രിയിൽ പോകാനും എത്ര പൈസ മുടക്കാനും തയ്യാറാണ്, എനിക്ക് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഭഗവാൻ തന്നെ അതിനുള്ളൊരു ഉപായം കാണിച്ചെന്ന് അതിന് നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പൂജയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം നമുക്ക് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് നോക്കാനും വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പുള്ളിക്കാരത്തി മുറ്റത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇന്ന് ചിലപ്പോൾ നോക്കൽ കുറവായിരിക്കും. അപ്പോൾ വന്നിരിക്കുന്നതിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വന്നു നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ശരിയാക്കി തരാമെന്ന്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ കൈയും ഇവിടെയൊക്കെ പിടിച്ച് നോക്കിയിട്ട് നീരാണ്, നീര് കയറിയിരിക്കുകയാണ്, ഈ നീര് ഞാൻ വലിച്ചാണെന്ന് എടുത്ത് തരാൻ ശരിയാവുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് പിന്നീട് ഒരു 10 ദിവസം എല്ലാ ദിവസം രാവിലെ വന്ന് ശരിക്കും തിരുമ്മി, ആൾ കളരി പഠിച്ച ആളാണ്, ശരിക്ക് കൈ തിരുമ്മി പുറമൊക്കെ തിരുമ്മി നീര് വലിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സംഭവം മാറി. അപ്പോൾ ഈ പറഞ്ഞത് എല്ല് തേയ്മാനം എവിടെ പോയി? അപ്പോൾ അതേപോലെ എത്രയോ സത്യങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആൾ പറയുന്നത് ഈ നീര് കൊണ്ട് നടക്കാൻ പറ്റാതെ കോളർ ഇട്ട് കൈ അണക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആര് വന്നാലും പുള്ളി
തിരുമ്മി ശരിയാക്കാന്ന് പറയുന്നത്. കാരണം ആൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായ മർമ്മം അറിഞ്ഞ് പിടിക്കുന്നത്, അല്ലാതെ വെറുതെ തിരുമല കേന്ദ്രങ്ങളിൽ പോയിട്ട് സൂചിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല. പുള്ളി പറഞ്ഞൊരു കാര്യം, തിരുമല കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം മസാജ് ചെയ്യും, തല മസാജ് ചെയ്യും, ശരീരം മസാജ് ചെയ്യും, കാലൊക്കെ മസാജ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തല മസാജും കഴിയുമ്പോൾ മുതൽ നമുക്ക് നല്ല സുഖമായി പതുക്കെ സുഷുപ്തിയിലേക്ക് വരാണ്, ഉറങ്ങുന്ന പോലെ. ആ ഒരു സുഖമുള്ളൂ, ഇപ്പോഴും ഇങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. ഇത് മാറണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഞരമ്പുകളിലോട്ട് അത് വലിച്ചു കളയണം. അപ്പോൾ അതിന് എല്ല് തേയ്മാനം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ 2 ആയുർവേദവും അലോപ്പതിയും പറഞ്ഞതാണ് എല്ല് തേയ്മാനം എന്ന്. അപ്പോൾ ഞാനതിൻ്റെ അനുഭവത്തിനും കൂടിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഈ എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ സാധനം അവിടെ പോയി, അപ്പോൾ ആളത് വലിച്ച് കളയാനായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഈ ലോകം. ഞാൻ പല ഡോക്ടേഴ്സിനും ചോദിച്ചു ഇതുണ്ടോ ശരിക്കും ഈ എല്ല് തേയ്മാനം. അപ്പോൾ അവർ അവസാനം പറയും ഞങ്ങൾ അങ്ങനെ പഠിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ ചോദിക്കുന്നത് ഈ എല്ല് തേയ്മാനം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ എല്ല് തേയ്മാനം ഇദ്ദേഹം വന്ന് ഈ ഞരമ്പിലൂടെ നീര് വലിച്ചു കളഞ്ഞപ്പോൾ ഈ തേയ്മാനം അവിടെ പോയി. അതേപോലെ മുട്ടിന് പാടില്ലാതിരിക്കുന്നത് ഈ നീരങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മാറും. ബാധാദോഷങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സംശയ ദൂരീകരണവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നമസ്കാരം. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു എപ്പിസോഡുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ.